നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എറണാകുളം ജില്ലയിലെ അങ്കമാലി നിയോജക മണ്ഡലത്തിലൂടെയും കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലൂടെയും മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ഭൂപടത്തിൽ തനതായ മുദ്ര പതിപ്പിച്ച എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അങ്കമാലി നിയമസഭാ മണ്ഡലത്തിലൂടെയാണ്. വ്യവസായ രംഗത്തും വാണിജ്യ രംഗത്തും തീർത്ഥാടന ടൂറിസത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ള അങ്കമാലി എന്ന വളർച്ചയുടെ പാതയിലാണ്. ഏതൊരു നാടിന്റെയും വളർച്ചയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അങ്കമാലി നിയോജക മണ്ഡലം ഈ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെ സഹായത്തോടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം വിവിധ പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസനം മൊത്തം കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ അങ്കമാലി മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതി വഴി വളരെ നാമമാത്രമായിട്ടുള്ള പദ്ധതികൾ മാത്രമേ നടപ്പിൽ വരുത്താനായിട്ട് സാധിച്ചുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഫ്ബി പദ്ധതിയെ തുടക്കം മുതലേ എതിർക്കുന്ന UDFൻ്റെ MLAമാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന MLA ആണ് അങ്കമാലി MLA. അതുകൊണ്ട് തന്നെ അങ്കമാലിയുടെ തീരാശാപമായിട്ടുള്ള ബൈപ്പാസ്, അങ്കമാലിക്കൊരു ബൈപ്പാസ് എന്ന സ്വപ്നം കാലങ്ങളായി അങ്കമാലിയിലെ മുഴുവൻ ജനങ്ങളും അതോടൊപ്പം തന്നെ അങ്കമാലിയിലൂടെ കടന്നു പോകുന്ന ആളുകളും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്. 2022-23 ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിൽ നിന്ന് 272 കോടി രൂപ അങ്കമാലി ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായിട്ടുള്ള തുക വകയിരുത്തി. എന്നാൽ കിഫ്ബി മുഖാന്തരമായിട്ടുള്ള ഫണ്ടായതുകൊണ്ട് അതിൽ നിന്ന് ഒരു പൈസ ചെലവഴിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് നാളിതുവരെയായി അങ്കമാലിയുടെ MLA ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. എന്നിരുന്നാലും കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് തന്നെ അങ്കമാലി നിയോജക മണ്ഡലത്തിലെ 3 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. പുളിയനം ഹയർ സെക്കൻഡറി സ്കൂൾ, നായത്തോട് ഹയർ സെക്കൻഡറി സ്കൂള്, മഞ്ഞപ്ര ഹയർ സെക്കൻഡറി സ്കൂള്. കോടിക്കണക്കിന് രൂപ അവിടെ കിഫ്ബി വഴി ചെലവഴിച്ച് സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണവും അതുപോലെ തന്നെ അതിൻ്റെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ തുക അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളുമൊക്കെ MLA തന്നെ മുൻകൈയെടുത്ത് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും കിഫ്ബിയെ വളരെ പുച്ഛത്തോടു കൂടി കണ്ട ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ് അങ്കമാലിക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 കൊല്ലം മറ്റ് പല ആലുവയാണെങ്കിലും പെരുമ്പാവൂരാണെങ്കിലും മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വികസനത്തിൻ്റെ 4/1 വികസന പ്രവർത്തനം പോലും അങ്കമാലിയിൽ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുടിവെള്ളം വളരെയധികം പ്രതിസന്ധി അനുഭവിക്കുന്ന പഞ്ചായത്തുകളുണ്ട് അങ്കമാലിയിൽ. ഇപ്പോൾ മൂക്കന്നൂരിൻ്റെ ഒരു പ്രദേശമുണ്ട്, മലയാറ്റൂർ പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശമുണ്ട്, അയ്യമ്പുഴ പഞ്ചായത്തിൻ്റെ കുറേ അധികം പ്രദേശങ്ങളുണ്ട്. 115 കോടി രൂപയുടെ പ്രൊജക്റ്റ് കേരളത്തിൻ്റെ അന്നത്തെ ഗവൺമെൻറ് അപ്രൂവായി തന്ന് കാര്യങ്ങൾ ചെയ്തിട്ടും ഇത്
4/1 പോലും തുക ചെലവഴിച്ച് അതിൻ്റെ പ്രവർത്തനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും കുറച്ച് പണി ചെയ്തിട്ടുള്ളത് 115 കോടി രൂപയിൽ നിന്ന് അല്പമെങ്കിലും പൈസ എടുത്ത് ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഏക പഞ്ചായത്ത് അയ്യമ്പുഴ പഞ്ചായത്താണ്. അവിടെയും പൂർണ്ണമായും കുടിവെള്ളം ലഭ്യമാകുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങളോട്, സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള വിരോധം തീർത്തത് മുഴുവൻ അങ്കമാലി നിയോജകമണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടാണ്. അങ്കമാലിയിൽ മാത്രമാണ് കേരളത്തിൽ ഇത്രയും അധികം വികസന പ്രവർത്തനം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നടന്നപ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനവും നടക്കാത്ത ഒരു മണ്ഡലമായി അങ്കമാലി നിയോജക മണ്ഡലം കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ നിന്നുപോയി. അത് ഈ ഗവൺമെൻറ്റിനുള്ള, എനിക്കറിയില്ല അത് എത്രമാത്രം ഗവൺമെൻറ്റിനോട് വിരോധം കാണിക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അർഹതപ്പെട്ട വികസന സാധ്യത എന്തുകൊണ്ട് MLA മുൻകൈയെടുത്ത് നടത്താതിരുന്നു, അതിന് തടസ്സം നിന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1905 കോടി രൂപ മുടക്കി ശബരി റെയിൽപാതയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അതിനോട് എത്രമാത്രം അങ്കമാലിയുടെ MLA യോജിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഗവൺമെൻറ് കാലങ്ങളായി അത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ വലിയൊരു ചിരകാല സ്വപ്നമാണ്. വളരെയധികം പ്രതിസന്ധി ഈ ശബരി റെയിലിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിന്നുപോയതിന് മുഖാന്തരം ഉണ്ടായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് അങ്കമാലി നിയോജക മണ്ഡലം. അപ്പോൾ അങ്കമാലിയിൽ നിന്നാണ് ശബരി റെയിൽപാത ആരംഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി വീതമുണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതികൾ നടപ്പിലാക്കൂ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണ്. എത്ര പ്രതിസന്ധി ഉണ്ടായാലും ശബരി റെയിൽ പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 1905 കോടി രൂപ കിഫ്ബിയിൽ വകയിരുത്തിക്കൊണ്ട് ശബരി റെയിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി തുടങ്ങാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തി പൂർത്തീകരിച്ച പ്രവൃത്തികൾ ഞാൻ പറഞ്ഞ പുളിയനം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ മഞ്ഞപ്ര ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ നായത്തോട് ഹയർ സെക്കൻഡറി സ്കൂള്, ഇതൊക്കെ നിറയെ വിദ്യാർത്ഥികൾ തിങ്ങി നിറഞ്ഞ് പഠിക്കുന്ന വിദ്യാലയങ്ങളാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ നിർമ്മാണത്തിനും ബിൽഡിങ്ങുകളുടെ അപര്യാപ്തം മാറ്റി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുമൊക്കെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കൊല്ലം ജില്ലയിലെ ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേർന്ന ജഡായുപ്പാറയുടെ ഐതിഹ്യ പെരുമ പേർന്ന ചടയമംഗലം നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ സമഗ്ര മേഖലകളിലും കഴിഞ്ഞ 10 വർഷമായി സർക്കാർ കിഫ്ബിയുമായി ചേർന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കാണാം. കിഫ്ബി എന്ന് പറയുന്ന ഏജൻസി കേരളത്തിലെ ഗവൺമെൻറ് കൊണ്ടുവന്നതിന് ശേഷം കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒട്ടേറെ വികസനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒന്നാണ് കിഫ്ബി എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ വലിയ പാലങ്ങൾ, ബ്രിഡ്ജുകൾ, BMBC നിലവാരത്തിലുള്ള റോഡുകൾ, ആരോഗ്യ മേഖലകളിലെ കെട്ടിടങ്ങൾ, അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലകളിലെ കെട്ടിടങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കിഫ്ബിയാണ്. ആ കിഫ്ബിയാണ് ചടയമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ
കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള റോഡുകൾ ചെയ്യുവാൻ മുതിർന്നു വന്ന ഒരു സ്ഥാപനം. നമുക്കറിയാം റോഡുകളെല്ലാം ഇപ്പോൾ BMBC നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. 16 കോടിയും 10 കോടിയും 6 കോടിയും 8 കോടിയും അങ്ങനെ നിരവധി കോടികളാണ് കിബിയിലൂടെ ഞങ്ങൾക്ക് ഓരോന്നും എടുത്ത് കാണിക്കുവാൻ തക്ക രീതിയിൽ. ഇനി ചടയമംഗലത്ത് PWDൻ്റെ ഒരു റോഡുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന തരത്തിലേക്കുള്ള വലിയ വികസനമാണ് കിബി മുഖേന നമുക്ക് ചെയ്യുവാൻ സാധിച്ചത് എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടയ്ക്കൽ ചന്ത വികസനം ഏകദേശം 3,75,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ചടയമംഗലത്തെ മിനി സിവിൽ സ്റ്റേഷൻ 11 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ മിനി സിവിൽ സ്റ്റേഷൻ ഇന്ന് അതിൻ്റെ പണി ദ്രുതഗതിയിൽ നടക്കുന്ന ഒരു ഘട്ടമാണ്. അതുപോലെ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസ് ചടയമംഗലത്ത് ഇപ്പോൾ പണി നടക്കുവാൻ അതിൻ്റെ കല്ലിടിയിൽ കർമ്മം ഈ മാസം അവസാന ദിവസം അതും ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കെട്ടിടങ്ങൾ അതിലൂടെ കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഞങ്ങൾ നോക്കിയത് വിദ്യാഭ്യാസ മേഖലകളിലെ കെട്ടിടങ്ങളാണ്. അത് 1 കോടി രൂപയ്ക്ക് LP സ്കൂളും 3 കോടി രൂപയ്ക്ക് UP സ്കൂളും 5 കോടി ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകളുടെ വിപുലമായ പ്രവർത്തനങ്ങളാണ് നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വെള്ളൂപ്പാറ സ്കൂളെടുത്താലും ചടയമംഗലം UP സ്കൂളെടുത്ത് പരിശോധിച്ചപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഏറ്റവും അവസാനം ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ST വിഭാഗങ്ങളിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉന്നതിയിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂള് ഇടപ്പണ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ആ സ്കൂളിന് ഉൾപ്പെടെ ഓരോ കോടി രൂപ വീതം ഞങ്ങൾ അനുവദിച്ചു കൊടുക്കും. ഇപ്പോൾ കടയ്ക്കൽ UPS 3 കോടി രൂപയുടെ പ്രവർത്തനം ഇന്ന് പൂർത്തീകരിക്കുവാൻ പോകുന്നു. അതോടൊപ്പം തന്നെ അലേമൺ GHSSൽ ഇന്ന് 4 കോടിയുടെ വികസനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുമ്മൾ അവിടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും 4 കോടിയുടെ വികസനം അവിടെയും നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് തേവന്നൂർ സ്കൂള് അവിടെ കല്ലിടിയിൽ ഈ മാസം തുടരത്തക്ക നിലയിലുള്ള പ്രവർത്തനമാണ് അവിടെയും നടക്കുന്നത്. അങ്ങനെ സമസ്ത മേഖലകളിലും വികസനം നടപ്പിലാക്കിക്കൊണ്ട് ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ആ ഗവൺമെൻറ്റാണ് കേരളത്തിൽ കിബിക്ക് തുടക്കം കുറിച്ചത്. നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് അവഗണന കാണിക്കുമ്പോഴും GST വിഹിതം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുമ്പോഴും പണം കടമെടുക്കുവാനുള്ള പരിധി നമ്മുടെ കേരളത്തിന് നിശ്ചയിച്ചു തരുമ്പോഴും അതിൽ നിന്നെല്ലാം വിഭിന്നമായി കിബി എന്ന ഏജൻസി മുഖേന കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിച്ച ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഇന്ന് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഇല്ലാതെ എല്ലാ ജനപ്രതിനിധികൾക്കും ഒരുപോലെ വികസനം നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാന പുരസ്സരം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ ഈ ഫണ്ടുകളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ കിബി ഫണ്ടിലൂടെ ഈ വികസനങ്ങൾ വൻകിട കെട്ടിടങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചെയ്യുവാൻ സാധിച്ചത് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ വകുപ്പ് ക്ഷീരവികസന മൃഗസംരക്ഷണ മേഖലയാണ്. പക്ഷേ ആ മേഖലകളിൽ ഞങ്ങൾ കിബി ഫണ്ട് അധികം ഉപയോഗിക്കാറില്ല. അങ്ങനെ പറയുവാൻ കാരണം നമുക്കറിയാം മൃഗസംരക്ഷണ മേഖല അത് നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ പക്ഷി മൃഗാദികൾ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അവർക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി വരുന്ന പദ്ധതികളാണ് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ചില പദ്ധതികൾ ഇപ്പം നമ്മുടെ മൃഗങ്ങൾക്ക് ആവശ്യമുള്ള വാക്സിൻ മുഴുവൻ തരുന്നത് കേന്ദ്രമാണ്. ആ ഫണ്ട് ഫണ്ടല്ല അത് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് മൃഗസംരക്ഷണ മേഖലയിൽ ഞങ്ങളുള്ള വാക്സിനുകളെല്ലാം കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് മൃഗങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷീരവികസന വകുപ്പ് മറ്റൊരു മേഖലയാണ്. അവിടെയും ഞങ്ങൾ പാലുൽപാദനവും മറ്റ് ഇതര മേഖലയുമാണ് അതിലൂടെ ഞങ്ങൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പക്ഷിപ്പനി, പന്നിപ്പനി എന്നിവ വളരെ വ്യാപകമായ നിലയിൽ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ 60% കേരളത്തിൻ്റെ 40% വെച്ച് കൊന്നെടുക്കുന്ന പക്ഷികൾക്ക് ആവശ്യമുള്ള ധനസഹായം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അത് കോടികളാണ് അതിലൂടെ വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ആലപ്പുഴയിൽ കൊന്നൊടുക്കിയത് 2 ലക്ഷത്തോളം വരുന്ന താറാവുകളെയും
കോഴികളെയുമാണ്. അതിൻ്റെ മുട്ടകൾ ഉൾപ്പെടെ നമുക്ക് നശിപ്പിച്ച് കളയേണ്ടി വന്നു. ഈ കഴിഞ്ഞ മാസവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം 4 കോടി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കേരളത്തിലെ മുഴുവൻ കർഷകർക്കും അത് കൊടുത്തു തീർക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വലിയ ഞങ്ങൾ കെട്ടിടങ്ങളൊന്നും എടുക്കാറില്ല. ഞങ്ങൾ മൃഗാശുപത്രികൾ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷേ അത് കിബി ഫണ്ട് ഉപയോഗിച്ചല്ല കേരളത്തിൽ മൃഗാശുപത്രികളുടെ കെട്ടിടങ്ങളൊന്നും ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള മൃഗാശുപത്രികൾ ഞങ്ങൾ ചെയ്യുന്നത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര മലപ്പുറം ജില്ലയുടെ വടക്കേ അറ്റത്ത് അറബിക്കടലിന്റെ തലോടലും കടലുണ്ണിപ്പുഴയുടെ ലാളനവുമേറ്റ് കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് തണലേകുന്ന വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലൂടെയാണ്. തീരദേശത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ സമന്വയിപ്പിച്ച് ഒട്ടനവധി വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയത്. തീരദേശ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തേണ്ടതിന്റെ ആവശ്യകത, വളർന്നുവരുന്ന പട്ടണ സ്വഭാവമുള്ള പ്രദേശങ്ങളിലെ വർദ്ധിച്ചുവരുന്ന അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾ, ഒപ്പം ഒരു പ്രധാന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളും സാധ്യതകളും ഒരുമിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായി സർക്കാരും കിഫ്ബിയും ചേർന്ന് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണാം. വള്ളിക്കുന്ന് മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. 6 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രദേശമാണ്. 122 വാർഡുകൾ ഉൾക്കൊള്ളുന്ന 6 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വള്ളിക്കുന്ന് മണ്ഡലം. വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒരുപാട് മാറ്റങ്ങളും പുരോഗതിയും ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇവിടെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽക്ക്, 2ാമത്തെ ടേം മുതൽക്ക് തന്നെ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് വികസനങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കോഴിക്കോട് സർവകലാശാലയും അതോടൊപ്പം തന്നെ കരിപ്പൂർ വിമാനത്താവളവും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ്, ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ വള്ളിക്കുന്ന് മണ്ഡലം. ഇവിടെ ഒന്ന് പ്രധാനമായിട്ടും പശ്ചാത്തല വികസനമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം. നമ്മുടെ ദേശീയപാത കടന്നു പോകുന്നത് ഈ മണ്ഡലത്തിൻ്റെ നെടുകയാണ്. 12.1 കിലോമീറ്റർ ദൂരം, അതായത് തലപ്പാറ മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള 12.1 കിലോമീറ്റർ ദൂരം ദേശീയപാത കടന്നു പോകുന്നത് നമ്മുടെ ഈ മണ്ഡലത്തിൽ കൂടിയാണ്. പശ്ചാത്തല മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ഈ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. രണ്ടാമത്തത്, നമ്മുടെ മണ്ഡലത്തിൽ 31 റോഡുകളുണ്ട്. അതിൽ 28 റോഡുകൾ BMBC ചെയ്ത റോഡുകളാണ്. അതിൽ 4 എണ്ണം ഈ 2021 ശേഷമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് 2ാം ടേമിലാണ് ഈ BMBC പൂർത്തീകരിച്ചത്. കൂടാതെ നമ്മുടെ ഈ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40.49 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് ആ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഹാർബർ ഫണ്ടാണ്. നമ്മുടെ ഫിഷറീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മേഖലയിൽ, പ്രത്യേകിച്ച് തീരദേശ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് കോടിക്കണക്കിന് രൂപയാണ് അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 16 കോടി രൂപയാണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം തന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഓരോ പഞ്ചായത്തും ലക്ഷക്കണക്കിന് രൂപയാണ് പ്രാദേശിക റോഡുകളുടെ വികസനത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഈ വള്ളിക്കുന്ന് മണ്ഡലം ഈ പശ്ചാത്തല മേഖലയിൽ ഇത്രയും പുരോഗതി ഉണ്ടാക്കിയത് ഈ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്, ഫണ്ട് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. രണ്ടാമത്തത് നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണ്.
നമ്മുടെ മണ്ഡലത്തിൽ പിന്നെ മൂന്നിയൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൈപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ട്. അത് വൈകാതെ തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ജലനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നിയൂർ പഞ്ചായത്തിലേക്ക് 4,85,00,000 രൂപ ഈ ഇനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും ശുദ്ധജലം വിതരണം ചെയ്യുന്ന ഒരു വലിയ പരിപാടിയായിട്ട് ഇത് കഴിയുമ്പോഴേക്കും ഇത് മാറും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തത് നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള മാറ്റമാണ്. ഈ മണ്ഡലത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും പെരുവള്ളൂർ CHC അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും വലിയ തോതിലുള്ള ഫണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നൽകിയിട്ടുള്ളത്. ആശുപത്രിയുടെ നവീകരണം, സംവിധാനങ്ങൾ, പുതിയ OP സംവിധാനങ്ങൾ, അതുപോലെ ഡോക്ടർമാർ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിവിധ മേഖലയിൽ ആശുപത്രി രംഗത്ത് വലിയ വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. NHRMൻ്റെ ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് വിദ്യാലയങ്ങളാണ്. വള്ളിക്കുന്ന് മണ്ഡലം എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ വള്ളിക്കുന്നിലുള്ള മുഴുവൻ ഗവൺമെൻറ് സ്കൂളുകൾക്കും ഹൈസ്കൂളുകൾ അടക്കമുള്ളവർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഹൈസ്കൂളുകൾ, അതുപോലെ UP സ്കൂളുകൾ, LP സ്കൂൾ, ഇവയ്ക്കെല്ലാം കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ് ഈ രംഗത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ഏകദേശം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. വൈകാതെ തന്നെ മറ്റ് ലാബ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് മൂന്നിയൂർ പെരുവള്ളൂർ പഞ്ചായത്തുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പടിക്കൽ നിന്ന് പോകുന്ന ഏകമാർഗമായിട്ടുള്ള നമ്മുടെ കുമ്മന്തൊടി പാലം 4 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ഗവൺമെൻറ് പുതുക്കി പണിയാണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന പാലം അപകടാവസ്ഥയിലായിരുന്നു. 6 കോടി രൂപ നൽകിക്കൊണ്ട് ആ കുമ്മന്തൊടി പാലം നവീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇക്കാര്യത്തിൽ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് വള്ളിക്കുന്ന്, അതുപോലെ തേഞ്ഞിപ്പലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇരുമ്പോത്തികൾ കടവ് പാലത്തിന് 25 ലക്ഷം രൂപ ഇപ്പം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തേഞ്ഞിപ്പലം വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് അതിനു വേണ്ടി നീക്കി വച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഫയർ സ്റ്റേഷൻ, യൂണിവേഴ്സിറ്റിയിൽ ഫയർ സ്റ്റേഷൻ അതിൻ്റെ സാങ്കേതിക അനുമതിയായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അതിന് സ്ഥലം വിട്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗവൺമെൻറ് ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റൊന്ന് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനാണ്. നമ്മുടെ ഈ മണ്ഡലത്തിൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ 2 ഘട്ടങ്ങളിലായിട്ട് 1,71,00,000 രൂപ നൽകിക്കൊണ്ട് പുതിയ കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞ മാസമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ആ പോലീസ് സ്റ്റേഷൻ്റെ ഏറ്റവും നവീകരിച്ച, ഏറ്റവും ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു മാറ്റമാണ് തേഞ്ഞിപ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് കോഴിക്കോട് സർവകലാശാലയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവാർന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 16ാം സ്ഥാനത്ത് നിൽക്കുന്ന കോഴിക്കോട് സർവകലാശാലയ്ക്ക് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കൈയയച്ച രീതിയിലുള്ള ഇടപെടലും സഹായങ്ങളും നൽകിയിട്ടുണ്ട്. CISF ബിൽഡിംഗ് എന്നതിൽ പുതിയ ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് പുതിയ പരീക്ഷാ ഭവൻ്റെ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പുതിയ ഹോസ്റ്റൽ സൗകര്യവും 20 ലക്ഷം രൂപ നിരക്കിൽ പുതിയ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ റിസർച്ചിന് വേണ്ടി പുതിയ കെട്ടിടം ഉണ്ടാക്കി. 211.89 കോടി രൂപയാണ് കോഴിക്കോട് സർവകലാശാലയ്ക്ക് വേണ്ടി ഗവൺമെൻറ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നൽകാൻ സാധിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ ഈ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള വലിയ തോതിലുള്ള ഫണ്ടാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനിയും ചില പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പശ്ചാത്തല, ആരോഗ്യ, അതുപോലെ തന്നെ തീരദേശവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കാർഷിക രംഗത്ത് ഇറിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോടുകളുടെ നവീകരണം, സൈഡ് കെട്ടൽ തുടങ്ങി, അതുപോലെ ആശുപത്രിയിൽ എവിടെ
എവിടെയുമില്ലാത്ത രീതിയിൽ ചേലേമ്പ്ര പഞ്ചായത്ത് യുനാനി ആശുപത്രി അടക്കം നൽകിക്കൊണ്ട് ആരോഗ്യരംഗത്ത് കാതലായ മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു കാലയളവിൽ നടന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വികസന പ്രവർത്തനം നടത്താനുണ്ട്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഇനി നടത്താൻ ബാക്കിയുണ്ട്. ഫയർ സ്റ്റേഷനും അതുപോലെ ഇപ്പോൾ ഞാനിരിക്കുന്ന അവിടെയുള്ള ഈ ഒരു മുതിയം പാലമുണ്ട്, ആ പാലവും കൂടെ വന്നു കഴിഞ്ഞാൽ തീരദേശത്ത് പൊന്നാനി മുതൽക്ക് അങ്ങ് കാസർഗോഡ് വരെ ഒരു തടസ്സവുമില്ലാതെ പോകാൻ പറ്റാവുന്നതിലേക്കുള്ള ഒരു സംവിധാനം വരാൻ പോവുകയാണ്. അത്തരം കാര്യങ്ങൾ അതുപോലെ ഇപ്പോൾ സർവേ പൂർത്തിയാക്കിയിട്ട് ഗുണഭോക്താക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് യോഗം നടക്കുന്ന ഹാർബർ നമ്മുടെ NH ദേശീയ തീരദേശ ഹൈവേയുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അത് വൈകാതെ തന്നെ പ്രാവർത്തികമാകും. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.